ഹലോ, അസ്സലാമു അലൈക്കും. ഇതിപ്പോൾ ഞാൻ എന്താണ് വെച്ചാൽ ഇന്നിപ്പോൾ കുക്ക് ചെയ്യാൻ പോകുന്നത് ഇത് നമ്മുടെ ചെമ്മീൻ കരുവാടാണ്. അതായത് ഉണക്ക ചെമ്മീൻ, ചെറിയ ചെമ്മീൻ പൊടിയാണിത്. അത് നമുക്കൊരു അടിപൊളി വളരെ ടേസ്റ്റി ആയിട്ടൊരു കറി വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ചെറിയ ഉള്ളി, പച്ചമുളക്, ഇത് പച്ചമാങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തത്, കുറച്ച് ചക്കക്കുരു, കറിവേപ്പില, പിന്നെ വെളുത്തുള്ളി, അങ്ങനെ എല്ലാം കൂടി ചേർത്തിട്ട് നല്ലൊരു തേങ്ങ അരച്ചിട്ട് നല്ലൊരു അവിയൽ പോലെ ഒരു കറിയാണ്. ഒരു അടിപൊളി ടേസ്റ്റാണ്. ഇൻഷാ അല്ലാ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ടൊരു മൺചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു 1/4 സ്പൂൺ ഉലുവ ഇടാം. ഉലുവ ഇപ്പോൾ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പില ഇടാം. ഒരു 6 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു 10-15 ചെറിയ ഉള്ളി, അതും ചെറുതായി കട്ട് ചെയ്തത്, ഒരു 3 പച്ചമുളക് നെടുകെ കട്ട് ചെയ്തത്. ഇത് നന്നായിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം. അല്പം ഉപ്പ് ചേർക്കാം. ഉണക്ക മീനായതുകൊണ്ട് മീനിൽ ഉപ്പുള്ളതുകൊണ്ട് ഒരു പിഞ്ച് ഉപ്പ് മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ. ഈ ചെമ്മീൻ മീൻസ് ഈ നമ്മുടെ കൊഞ്ചുപൊടി കരുവാട്, അതായത് ചെമ്മീൻ പൊടി കൊഞ്ചുപൊടി കരുവാടെന്നാണ് നമ്മുടെയൊക്കെ നാട്ടിൽ പറയുന്നത്. തിരുവനന്തപുരത്തേക്ക് പറഞ്ഞ ചെമ്മീൻ, ഉണക്ക ചെമ്മീൻ എന്നും പറയും, കൊഞ്ചുപൊടി കരുവാടെന്ന് പറയും. അങ്ങനെ ഒരു പഴഞ്ചൊല്ല് തന്നെ ഉണ്ടല്ലോ, ചെമ്മീൻ ചാടിയാൽ മുട്ടോളം, പിന്നെയും ചാടിയാൽ ചട്ടിയോളം എന്ന് പറഞ്ഞ് ഇതാണ് പിന്നെയും ചാടിയപ്പോൾ അത് ഉണക്ക മീനായിട്ട് ചട്ടിയിൽ വന്നിട്ടുണ്ട്. അതൊരു പഴഞ്ചൊല്ലാണ്. ഈ പഴഞ്ചൊല്ലിൽ പതില്ലെന്നൊക്കെ പറയില്ലേ, അതാണ്. പിന്നെ നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഉണക്ക ചെമ്മീനെ നമുക്ക് ചട്ടിയിലേക്ക് തന്നെ തട്ടാം. അതായത് നമ്മുടെ ഉള്ളിയും എല്ലാം വഴറ്റിയെടുത്തിട്ട് ചട്ടിയിലേക്ക് ഇതിനെ മാറ്റാം. ജസ്റ്റ് ഒന്ന് എണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് ഒരുപാട് വേവൊന്നുമില്ല, 5 മിനിറ്റേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് അല്പം തേങ്ങ കൂടെ ചതച്ചിട്ടുമ്പം ഇത് കറക്റ്റ് കുക്കാവും. ഇപ്പോൾ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ തന്നെ കുക്കായിക്കോളും. ഇതിലൊരു പ്രധാന ഐറ്റം ഉണ്ട് ഇടാനായിട്ട്, ഒരു സ്പെഷ്യലായിട്ടൊരു ഐറ്റം. അത് കുറച്ച് നേരത്തെ ഇടേണ്ടതായിരുന്നു, ചെമ്മീൻ ഇടുമ്പോൾ മുന്നേ ഇടേണ്ടതായിരുന്നു. കുഴപ്പമില്ല, ഒരു 5 മിനിറ്റ് വേവുണ്ട് ഇതിന്. നമ്മുടെ ചക്കക്കുരും പച്ച മാങ്ങയും കൂടെ ചേർന്ന് ഇത് കറി വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. അതൊരു ചെറു തീയിലിട്ട് ഒരു 5 മിനിറ്റ് അടച്ചിട്ടേക്കാം. ചക്കക്കുരു ഞാൻ സ്ലൈസായിട്ട് കട്ട് ചെയ്തതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 1/2 ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചക്കക്കുരു നന്നായിട്ട് വെന്ത് കിട്ടും. അടച്ച് ഇതിലേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. നമ്മൾ മീൻ കറിക്ക് വയ്ക്കുന്ന കണ്ടൻറ്റുകളെല്ലാം തന്നെയാണ് ഇതിൽ ചേർക്കേണ്ടത്. അതിൻ്റെ എല്ലാ സംഭവം തന്നെയാണ് ചേർക്കേണ്ടത്. എല്ലാം കുറച്ച് ചേർത്താൽ മതി. അല്പം തേങ്ങ, അര കപ്പ് തേങ്ങയില്ല, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1-1.25 സ്പൂണോളം മുളക് പൊടി, ഒരു 3-4 ചെറിയ ഉള്ളിയും അല്പം കറിവേപ്പിലയും. പിന്നെ നമ്മുടെ ഉണക്ക മീനായതുകൊണ്ടും പച്ചമാങ്ങ ചേർക്കുന്നതുകൊണ്ടും നമുക്ക് പുളി ചേർക്കേണ്ട. ഇതിന് ഇനി ആവശ്യമുള്ള അല്പം വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം.
ഒരുപാട് അരയണ്ട, ഒരു അവിയൽ പരുവത്തിന് അരച്ചാൽ മതി. ഇതിൻ്റെ അടപ്പ് മാറ്റാം. അപ്പോൾ തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച അരപ്പ് ചേർക്കാം. ഇപ്പോൾ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി ചെറുതായിട്ടേ ഉള്ളൂ വെള്ളത്തിൻ്റെ നനയിൽ. ഇതിലേക്ക് നമുക്ക് അരച്ച അരപ്പ് ചേർക്കാം. ഒരുപാട് മഷി പോലെ അരയ്ക്കാതെ ഇതുപോലെ അരച്ച് ചേർക്കണം. ഈ അരപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് ചോറിന് ഈ കറി മാത്രം മതി, അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ഉണക്ക മീനും ചക്കക്കുരും. ഇനി ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് അനന്ന് വരുമ്പോൾ നമുക്ക് പച്ച മാങ്ങ ഇടാം. ഉപ്പ് വേണം ആവശ്യമുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ഉപ്പിടാം. ഉപ്പ് ഉള്ള മീനായതുകൊണ്ട് ഇപ്പം ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. ഞാൻ മീൻ നന്നായിട്ട് കഴുകിയെടുത്തുകൊണ്ട് അതിൻ്റെ ഉപ്പെല്ലാം പോയിട്ടുണ്ട്. ഇപ്പോൾ ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് മാങ്ങയും ചേർത്ത്, മാങ്ങ ഒരുപാട് വെന്ത് പോവാത്ത രീതിയിൽ, അതാണ് തിളച്ച് വരുമ്പോൾ പെട്ടെന്ന് വറ്റിക്കോളും. മാങ്ങ കൂടെ ചേർത്താൽ മാങ്ങ വെന്ത് ഉടഞ്ഞു പോകും. കറിവേപ്പിലയും കൂടെ ചേർക്കാം. പിന്നെ അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ ഉണക്ക ചെമ്മീൻ അവിയൽ വളരെ നന്നായിട്ട് ഇപ്പം വെന്തിട്ടുണ്ട്, കറക്റ്റ് പാകമായിട്ടുണ്ട്. പക്ഷേ ഇനി ഇതിലേക്ക് നമുക്കൊരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഏത് കറി വയ്ക്കുമ്പോൾ ലാസ്റ്റ് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ സ്വന്തം കറിവേപ്പില, നമ്മുടെ വീട്ടിലെ കറിവേപ്പിലയാണ്. നമുക്ക് വിശ്വസിച്ച് എത്രത്തോളം വേണമെങ്കിൽ ചേർക്കാം. അത് ചേർക്കും തോറും നല്ല ടേസ്റ്റാണ്. അടിപൊളിയായിട്ടുണ്ട്. ഇതുപോലെ ഇതിൽ മുരിങ്ങയ്ക്കയും കൂടെ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ കയ്യിൽ മുരിങ്ങയ്ക്ക ഇല്ലായിരുന്നു. ഇത് മാത്രം മതി ചോറിൽ കറിയായിട്ട്. ചോറ് കഴിച്ച് തീരുന്നതേ അറിയില്ല. എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഒന്ന് ലൈക്കും ഷെയറും ചെയ്യാനൊന്നും മറക്കരുത്. ഓക്കെ, താങ്ക് യു.